നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിവാഹം കഴിഞ്ഞ് മാസങ്ങളോളം ഭർത്താവിനൊപ്പം താമസിച്ച സുസ്മിത ഇപ്പോഴും ഒരു കന്യകയാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്റെ കക്ഷിയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരാമർശങ്ങളാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതി ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. Arjun, shall I remind you that the court proceedings are not in camera? സ്ത്രീവിരുദ്ധവും സദാചാര മര്യാദയ്ക്ക് നിരക്കാത്തതുമായ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. മിസ്റ്റർ അമീർ, ഈ പരാമർശം കോടതി രേഖകളിൽ ഉണ്ടാകില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. താങ്ക് യു. അർജുൻ, പ്ലീസ് കം സ്ട്രൈറ്റ് ടു ദ പോയിന്റ്. മിലോട്ട്, നോർത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം ചിലന്തിയാണ് ലെട്രോഡെക്ടസ്. ഒരു കടി കൊണ്ട് മനുഷ്യന്റെ ജീവനെടുക്കാൻ പോലുമുള്ള മാരക വിഷമാണ് ഉള്ളിൽ വഹിക്കുന്നത്. ആൺചിലന്തികളെ ആക്രമിച്ച ശേഷം കടിച്ചു കൊല്ലുന്നതും അവ മുന്നിൽ കിടന്ന് പിടയുന്നത് കാണുന്നതും ഈ കൂട്ടത്തിലെ പെൺചിലന്തികൾക്കൊരു ഹരമാണ്. അത്തരത്തിലൊരു പെൺചിലന്തിയാണ് ഈ നിൽക്കുന്ന സുസ്മിത എന്ന് ഞാൻ പറയും. മറ്റൊരു പുരുഷനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരാൾക്ക് താലി കെട്ടാൻ കഴുത്ത് നീട്ടിക്കൊടുക്കവേ തന്നെ താൻ ഇപ്പോഴും പ്രണയിക്കുന്ന മറ്റൊരു പെൺകുട്ടിയുടെ ഭർത്താവായ അയാൾക്ക് വേണ്ടി തന്റെ കന്യകാത്വം കാത്തു സൂക്ഷിക്കാൻ മിടുക്ക് കാട്ടിയ കൗശലക്കാരി. മിലോഡ്, I swear by the name of God, she is still a virgin. വളരെ ആസൂത്രണം ചെയ്തു തന്നെയാണ് ഈ സുസ്മിത തന്റെ ഭർത്താവിനെ കൊലപ്പെടുത്താൻ കെണിയൊരുക്കിയത്. മിലോൺ, കൃത്യം നടന്ന ദിവസമായ 2023 സെപ്റ്റംബർ 15 തലേന്ന്, അതായത് 14-ാം തീയതി വ്യാഴാഴ്ച, ഈ സുസ്മിത പഞ്ചകൈലാസത്തിലെ ശിവക്ഷേത്രം സന്ദർശിച്ചപ്പോൾ തന്നെ രോഹിത്തിനെ കൊലപ്പെടുത്താനുള്ള സൂയിസൈഡ് പോയിന്റ് കണ്ടുവച്ചിരുന്നു. രോഹിത്തിനോ സഹയാത്രികരായ മറ്റാർക്കെങ്കിലുമോ സംശയം തോന്നാതിരിക്കാൻ അയാളോട് സ്നേഹം നടിക്കുകയായിരുന്നു ഈ പെൺചിലന്തി. പിറ്റേന്ന് അവൾ ആസൂത്രണം ചെയ്തതുപോലെ തന്നെ കൃത്യം നടപ്പിലാക്കുകയും ചെയ്തു. I am damn sure, my lord, she is still awaiting. വിഷ്ണുവിന്റെ താലി കഴുത്തിൽ വീഴുന്ന ദിവസവും കാത്തിരിക്കുകയാണവൾ. അതിനുവേണ്ടിയാണ് ഇവൾ സ്വന്തം ഭർത്താവായ രോഹിത്തിനെ കൊലപ്പെടുത്തിയത്. ഇവൾക്ക് ജാമ്യം കൊടുത്ത ഇനിയും കൊലപാതകങ്ങൾ ആവർത്തിക്കും. മിലോഡ്, വിഷ്ണുവിലേക്കുള്ള പാതയിൽ വരുന്ന ഏതു തടസ്സവും ഇവൾ വെട്ടിനീക്കും. ശാലിനിയെയോ ഈ നിൽക്കുന്ന സത്യഭാമയെയോ ഇവരുടെ ഭർത്താവായ രാഘവൻ നായരോ അതാരായാലും I am concluding, my lord. Susmita is a cold-blooded murderer. പെൺവർഗത്തിന് തന്നെ അപമാനകരമായ അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യം മാസങ്ങൾ കൊണ്ട് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ രക്തയക്ഷി. ഇനി ഒരു പെൺകുട്ടിയും ഇതുപോലെ ചിന്തിക്കുക പോലും ചെയ്യാൻ അനുവദിക്കാതെ കൊലപാതകത്തിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള പരമാവധി ശിക്ഷയായ തൂക്കുകയർ തന്നെ ഈ ലേഡി ഡ്രാക്കുളയ്ക്ക് വിധിക്കണമെന്ന് ഞാൻ താഴ്മയായി കോടതിയോട് അഭ്യർത്ഥിക്കുന്നു. എന്തായിരുന്നു രോഹിത്തിന്റെ വരവിന്റെ ഉദ്ദേശ്യം? ഒരു പെൺകുട്ടി അന്വേഷിച്ച അവൻ ഈ നാട്ടിൽ വന്നത്. ഏത് പെൺകുട്ടിയെ? ഒരു സുസ്മിത.
ഈ സുസ്മിതയാണോ അത്? അല്ല. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയിട്ട് പറയണം സത്യഭാമേ. രോഹിത്തിനെ പ്രേമിച്ചു വഞ്ചിച്ചിട്ട് കടന്നു കളഞ്ഞ സുസ്മിത ഇത് തന്നെയാണോ എന്ന് നോക്കാനൊന്നുമില്ല. ഇതൊന്നും അല്ല ആ സുസ്മിത. അക്കാര്യം ഇത്ര ഉറപ്പിച്ചു പറയാൻ കാരണം? ഇതല്ല ആ സുസ്മിത എന്ന് രോഹിത് തന്നെ എന്നോട് പറഞ്ഞു. രോഹിത്തിന്റെയും സുസ്മിതയുടെയും വിവാഹം നടത്തിക്കൊടുത്തത് സത്യഭാമയല്ലേ? അതെ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ കോടതി നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മിലോഡ്, രക്തയക്ഷി, ലേഡി ഡ്രാക്കുള തുടങ്ങിയ മോശപ്പെട്ട പരാമർശങ്ങൾ നിർദോഷിയായ എൻ്റെ കക്ഷിയുടെ മേൽ നിന്ന് പിൻവലിക്കണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ കക്ഷി സുസ്മിതയെ നിരുപാധികം ജാമ്യം നൽകി വിട്ടയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മിലോഡ്, നിഷ്ഠൂരമായൊരു കൊലപാതകം ചെയ്ത സുസ്മിതയെ ഡിഫൻസ് കൗൺസിൽ നിർദോഷി എന്ന് വിശേഷിപ്പിക്കുന്നത് നിയമവ്യവസ്ഥയെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. നിർദ്ദയമായൊരു കൊലപാതകം ചെയ്ത സുസ്മിത ജാമ്യത്തിലിറങ്ങിയാൽ വീണ്ടും കൊലപാതകങ്ങൾ നടന്നേക്കാമെന്നും തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ള വസ്തുതകൾ ബഹുമാനപ്പെട്ട കോടതി പരിഗണിക്കണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. അമീർ, മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായിരിക്കാം. പക്ഷേ സുസ്മിത കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള വസ്തുതകളൊന്നും കോടതി മുമ്പാകെ വന്നിട്ടില്ല. മിലോഡ്, ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായൊരു തെളിവ് ഹാജരാക്കാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം. യെസ്, പെർമിഷൻ ഗ്രാൻഡഡ്. മിലോഡ്, here comes the living evidence and the major twist in this case, a major breakthrough. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.